തിരുവനന്തപുരം ഭാഷ പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലാത്തൊരു പയ്യൻ എന്നെ വിളിച്ചു. അവന് ഷൂ കടയിൽ നിൽക്കുന്ന പയ്യനാണ്. അപ്പോൾ അവർ ഷൂ കടയിൽ വന്ന് ഒരു പെണ്ണുമായിട്ട് അവൻ റിലേഷൻഷിപ്പിലാവും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് അവൾ പറയുന്നത്. അവൾ അവനോട് കള്ളം പറഞ്ഞ് കോളേജ് പഠിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ വലിയ കമ്പനിയായി. അവൻ ഷൂ അവൾക്ക് കൊടുക്കാൻ തുടങ്ങുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരെ വീട്ടുകാരത് കണ്ടുപിടിക്കുന്നു. ഉടനെ തന്നെ കുട്ടിയുടെ അച്ഛൻ കൊണ്ട് പോക്സോ കേസ് കൊടുത്തു അവരെതിരെ. അപ്പം അവനൊരു നിവൃത്തിയില്ല ഈ കേസ് വാദിക്കാനോ എന്നുള്ള അവസരം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി അഡ്വക്കേറ്റിനെ വെച്ച് കൊടുത്ത്. അയാളുടെ ഫീസ് ഞാനാണ് കൊടുത്തത്. അതുപോലെ രാഹുലും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുകയാണ്. ഞാനിപ്പം നാളെ ലോ കംപ്ലീറ്റ് ചെയ്താൽ ഫ്രീ ആയിട്ട് ഓഫ് കോഴ്സ് ഇത്തരം കേസുകൾക്ക് നമ്മൾ പോയി അപ്പിയർ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു വക്കീലിനെ വിട്ട് ആൻസിപ്പറ്ററി എടുക്കുന്നെങ്കിൽ ഇറ്റ്സ് ക്വൈറ്റ് എക്സ്പെൻസീവ് ഡീൽ. പ്രത്യേകിച്ച് പോക്സോ പോലത്തെ ഒരു കേസ് ആണെങ്കിൽ ഒരു മിനിമം ഒരു 25,000 to 50,000 ഇല്ലാതെ ഒരു ബെയിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കേസിൽ ഒരു അഡ്വക്കേറ്റ് വന്ന് വാദിച്ചത് എനിക്ക് ഫ്രീ ആയിട്ട് കൊളാബായിട്ട് പുള്ളിക്ക് അത് എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് സീരിയസ് ആയിട്ട് ഞാൻ അതുവരെ ഈ കൊളാബിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളല്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റ് എൻ്റെ സുഹൃത്ത് തന്നെയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മുകേഷ് നിൻ്റെ കേസ് ഞാൻ നോക്കിക്കോളാം. ലക്കിലി വളരെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. എനിക്ക് ഫസ്റ്റ് അപ്പിയറൻസിൻ്റെ ബെയിലും കിട്ടി. അപ്പം ഞാൻ ആ ഒരു കാര്യമില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ലല്ലോ, മനസ്സിലായില്ല. ഇപ്പോൾ എനിക്ക് ഐ ക്യാൻ അഫോർഡ് എനി ഫീസ്. ബട്ട് സാധാരണ ഈ ഷൂ കട എന്ന പയ്യന് അവന് ഒരു ചെറിയ ഫീസ് പോലും കൊടുക്കാൻ നിവർത്തിയില്ല. അവൻ എന്നെ വിളിച്ചു. ചേട്ടൻ്റെ മെൻസ് കമ്മീഷൻ്റെ വീഡിയോ ഞാൻ കണ്ടു. രാഹുൽ ഈശ്വര ചേട്ടനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ രാഹുൽ ഈശ്വര ചേട്ടൻ പറഞ്ഞു ചേട്ടനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചതാണ്. ഞാൻ അവന് ആ ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? അത് നമ്മളിതൊക്കെ ചെയ്യുന്നത് നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാനൊന്നുമല്ലല്ലോ. ഇറ്റ്സ് ഫോർ സൊസൈറ്റി. ഇറ്റ്സ് ഫോർ, ഞാൻ പറഞ്ഞു, താങ്കൾ നേരിട്ടൊരു സ്ത്രീ ആണെങ്കിൽ കൂടിയും താങ്കളെ ചുറ്റിപ്പറ്റിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. ഇറ്റ്സ് യുവർ ഫാദർ, യുവർ ബ്രദർ, മേ ബി യുവർ അപ്കമിങ് ഹസ്ബൻഡ്, ദേ ഓൾ ആർ മെൻ. അപ്പം അവരൊക്കെ നാളെ പെടേണ്ടി വന്നിരിക്കാം, അല്ലെങ്കിൽ പെടാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ ഒരു കവചം പോലെ കാത്തുരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്നൊരു കാര്യമാണ്. കാരണം നമുക്കുണ്ടായ ഒരു അനുഭവം വേറെ ആർക്കും ഉണ്ടാവരുതെന്നുള്ളതാണ്. ലക്കിലി എൻ്റെ കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിയില്ലെങ്കിൽ ഞാനൊരു വിഷയം ഇവിടെ ഈ സമയത്ത് നിങ്ങൾ സംസാരിക്കില്ല. കസ്റ്റഡിയൊക്കെ നീട്ടിക്കൊണ്ട് പോയി ചിലപ്പം ഈ ഹൈക്കോടതിയിൽ പോയി ജാമ്യം കിട്ടിയില്ല, സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നേനെ. പക്ഷേ ലക്കിലി ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രൂഫുകൾ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന നിയമത്തിലാണ്. ലൈക്ക് ലോ ഈസ് ദ അൾട്ടിമേറ്റ്. ഒരു സാധാരണക്കാരൻ്റെ ആശ്രയം സത്യം പറയല്ല പോലീസോ മന്ത്രിമാരോ MLA മാരോ ഒന്നുമല്ല, പഞ്ചായത്ത് മെമ്പർ പോലും അല്ല, നിയമം തന്നെയാണ്. നിയമത്തിനൊരൊറ്റ പ്രത്യേകതയുണ്ട്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷേ നിയമം ഒരിക്കലും ഒരു കുറ്റവാളിയെ ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കില്ല. അത് ഉറപ്പാണ്. കാരണം എൻ്റെ ലൈഫ് കൊണ്ട് അത് പ്രൂവ് ആയ കാര്യമാണ്. അല്ല, അതുകൊണ്ടാണ് ചേട്ടൻ നേരത്തെ ചോദിച്ചില്ല എൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ നിയമത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണോ റൈറ്റ് അല്ലെങ്കിൽ എന്താണോ തെളിവ് വെച്ചിട്ട് ഇപ്പോൾ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ അറിയുന്നതിന് മുമ്പേ അയാൾ കുറ്റവാളി എന്ന് പറഞ്ഞാൽ അയാളെ കോർണർ ചെയ്യാൻ പറ്റുമോ? എനിക്കറിയാവുന്നുള്ള ഒരു ഇൻഫ്ലുവൻസർ പയ്യനുണ്ട്. അപ്പോൾ പുള്ളി എല്ലാവർക്കും അറിയാന്നുള്ളത് VJ മച്ചാൻ. പുള്ളിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പം ആ കുട്ടി പുള്ളിയോട് പറഞ്ഞിരുന്ന ഏജ് 22 ഇയേഴ്സ് ആയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിലെ കുട്ടിക്ക് 17 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയുടെ അച്ഛൻ പരാതി കൊടുക്കുന്നു. പുള്ളി പോക്സോ കേസിൽ പ്രതിയായി. ഈസ് ഇന്നസെന്റ്. എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിയുടെ കുറേ നാൾ പുള്ളി എന്നെ പേഴ്സണലി വിളിച്ച് പുള്ളി ജയിലിൽ പോയി. ഇതാണ് മിസ്യൂസ് ഓഫ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ആ ഒരു മിസ്യൂസ് ഭയങ്കരമായിട്ട് നടക്കുന്നത്. ഏറ്റവും വണ്ടർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്റ്റാണ് പോക്സോ ആക്ട്. എന്ന് വെച്ചാൽ നല്ലതിനും ചീത്തയ്ക്കും എന്തിനും ഈ പറഞ്ഞ ഇരുതല വാളാണ് പോക്സോ എന്ന് പറയുന്നത്. കാരണം നല്ല കാര്യങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇതുപോലെ ഒരാളെ ഏറ്റവും എളുപ്പം കുടുക്കിലാക്കാൻ ഇന്ന് നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള ഏറ്റവും വലിയ ആക്റ്റാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത്. ചേട്ടനി പറഞ്ഞതിൻ്റെ വേറൊരു വശമുണ്ട്. അതായത് മെൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നു, പുരുഷന്മാരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2 ആഴ്ചത്തെ പത്രം എടുത്ത് നോക്കുക എന്നുണ്ടെങ്കിൽ എത്രത്തോളം സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വരുന്നുണ്ടെന്നറിയാം. റേപ്പ് കേസസ്, അതായത് കഴിഞ്ഞ ദിവസം വയനാട് ആസിഡ് അറ്റാക്ക് നടന്നു. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ നമുക്ക് പേടി ഉള്ള ഒരുപാട് സ്ത്രീകൾക്കെതിരെ ഒരുപാട് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2 ആഴ്ച ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ചത്തെ ഒരു ന്യൂസ് എടുത്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. സോ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മെൻസ് കമ്മീഷൻ വന്നു കഴിയുമ്പോൾ ബേസിക്കലി നമ്മളിപ്പം നിങ്ങളുടെ ഓപ്പറേഷനിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്
ജെൻഡർ വാറാണ് കാണുന്നത്. അതായത് സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു ഞാൻ സ്ത്രീകൾക്കെതിരെ പറഞ്ഞ സോറി ടു ഇൻ്റർഫിയർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇല്ല. ഞാൻ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരെയല്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്കെതിരെ വ്യാജ പോക്സോ കേസ് കൊടുത്ത പെൺകുട്ടിയോട് എനിക്ക് ഇപ്പോഴും സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അതിനെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മേ ബി പൈസ കിട്ടുമെന്ന് പറഞ്ഞു, മേ ബി അല്ലെങ്കിൽ കേസ് നിങ്ങൾക്ക് അനുകൂലമായി കഴിഞ്ഞാൽ വലിയ ഹെവി കോമ്പൻസേഷൻ കിട്ടുമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി ആ കുട്ടി എനിക്ക് കോമ്പൻസേഷൻ തരേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സഹതാപം. ഞാൻ നമ്മൾ ലീഗലി അത് ഫൈറ്റ് ചെയ്യും. ഒന്നാമത് എനിക്ക് 1 വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ വക്കീലിന് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നില്ല സുഹൃത്തായതുകൊണ്ട്. രണ്ടാമത് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം സംഭവങ്ങൾ ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ആൾക്കാർ ലഘൂകരിച്ച് കാണുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിവിൻ പോളിയുടെ കേസ്. നിവിൻ പോളി പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നു. അതിൽ ഡേറ്റ് ഉൾപ്പെടെയാണ് പെൺകുട്ടി പോസ്റ്റ് ഇടുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. നിവിൻ പോളി അടുത്ത ദിവസം പ്രസ് മീറ്റ് വിളിക്കുന്നു. കുട്ടി പറഞ്ഞ ഡേറ്റിൽ പാസ്പോർട്ട് പ്രകാരവും വിഷ്വൽ ഡോക്യുമെൻറ്റ്സ് പ്രകാരം നിവിൻ പോളി കൊച്ചിയിലാണ്. കുട്ടി പറഞ്ഞത് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ്. അപ്പം ഈ പറയുന്ന പ്രൂഫ് നിവിൻ പോളിയുടെ കയ്യിലും പാസ്പോർട്ടിലും ഉണ്ടായിരുന്നു. പക്ഷേ മീഡിയ എല്ലാം വാർത്ത കൊടുത്തില്ല. 2 ദിവസം നിവിൻ പോളി പുറത്ത് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വീട്ടിൽ ഒതുങ്ങിയിരിക്കേണ്ടി വന്നു. പക്ഷേ നിവിൻ പോളി ശക്തമായിട്ട്, എനിക്കൊക്കെ ഇൻസ്പിറേഷൻ ആയത് നിവിൻ പോളിയെ പോലുള്ള ആൾ, വിജയ് ബാബു ഒക്കെ നമുക്ക് ഇൻസ്പിറേഷനാണ്. അവർക്കൊന്നും മെയിൻ സ്ട്രീമിൽ ഇറങ്ങി പ്രവർത്തിക്കാറില്ല, പക്ഷേ നമ്മളോടൊക്കെ ഒരു സൈലൻ്റ് സപ്പോർട്ട് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒത്തിരി ഇപ്പോൾ ഈ പറയുന്ന നിവിൻ പോളിയുടെ കേസ് ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, നിവിൻ പോളി അത് ഫൈറ്റ് ചെയ്തു. നിവിൻ പോളി പ്രൂഫ് ഹാജരാക്കി. സോഷ്യൽ മീഡിയയിൽ തന്നെ നിവിൻ പോളിയുടെ കേസിലെ പെൺകുട്ടി അതിജീവിത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിജീവിത എന്ന് പറഞ്ഞത് നിയമത്തിൻ്റെ ഒരു സംരക്ഷിത വാക്കാണ്. പെൺകുട്ടിയുടെ പേര് ഉപയോഗിക്കാതിരിക്കുന്നത്. സപ്പോർട്ട് വിക്ടിം എന്ന് പറഞ്ഞൊരു നമ്മുടെ IPC-ലുണ്ട്. പണ്ട് IPC-ലുണ്ടായിരുന്നതാണ് 15A എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു അബ്രിവേഷൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യാണ് ഇവിടെ ആൾക്കാർ. ഞാനൊരു അതിജീവിതൻ. അപ്പോൾ അതിജീവിതൻ, അപ്പോൾ നിവിൻ പോളിയല്ലേ ഈ കേസിൽ അതിജീവിതൻ? നിവിൻ പോളിയെ അതിൻ്റെ അത് വ്യാജ കേസിൽ പെടുത്താൻ നോക്കിയതില്ലേ. അതിനുശേഷം നിവിൻ പോളി ആ പെൺകുട്ടിക്കെതിരെ പരാതിപ്പെട്ടിട്ട് കേസ് എടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. ആ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അയാളെ വ്യാജ കേസിൽ കൊടുക്കാൻ നോക്കി. എന്നിട്ട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു? ഷീ ഈസ് ഫ്രീ നോ. അപ്പം അവിടെയാണ് ഈ ദുരുപയോഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഇപ്പോൾ ജെന്യുവിനായിട്ട് ആണ് ആ ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ നിവിൻ പോളി തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. നിവിൻ പോളി അറസ്റ്റ് ചെയ്യപ്പെടണം, ജയിലിൽ അടയ്ക്കപ്പെടണം. പക്ഷേ അയാൾ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഈ വാർത്ത വന്ന 2 ദിവസം ഞാൻ ഉൾപ്പെടെ ജഡ്ജ് ചെയ്തു നിവിൻ പോളിയെ. അയാൾ ചെയ്തിട്ടുണ്ടാവും എന്ന് നമ്മൾ ജഡ്ജ് ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് നിവിൻ പോളി, അതായത് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഇവിടെ പബ്ലിക് ചെയ്യുന്ന എന്താണ്? ഒരാൾക്കെതിരെ ഒരു FIR ലോഡ്ജ് ആയാൽ അയാൾ ആ കേസിൽ, ഇപ്പോൾ റേപ്പ് കേസ് ഒരാൾക്കെതിരെ FIR രജിസ്റ്ററായി, അയാൾ അതിൻ്റെ പ്രതിയാണെന്ന് പബ്ലിക് അങ്ങ് തീരുമാനിക്കുകയാണ്. കോടതിയിൽ നിന്ന് വിധി വന്നിട്ടില്ല. കോടതിയിൽ നിന്ന് വിധി വരാതെ എങ്ങനെ ആൾ കേസിൽ പ്രതിയാവും? ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഇന്ന് ഒരാളെ ഏറ്റവും എളുപ്പം നാറ്റിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരാളെ ടാർണിഷ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു പോക്സോ കേസ് അല്ലെങ്കിൽ ഒരു മൊളസ്റ്റേഷൻ പരാതി എന്ന് പറയുന്നത്. ആ വാർത്ത വരുന്ന 24 hours അവൻ്റെ ഒരു ഇമേജ് അങ്ങ് ടാർണിഷായി കിട്ടും. പിന്നെ അവന് കിട്ടാനുള്ള ഗുഡ് വില്ല് നഷ്ടപ്പെടുത്തും. ഇതാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. അത് കൊള്ളാവുന്ന ഈ കുടുംബത്തിലുള്ളവരെയും അല്ലെങ്കിൽ കൊള്ളാവുന്ന മൈലേജ് ഉള്ളവർക്കെതിരെ വരുള്ളൂ. ബേസിക്കലി ഒരു അത്യാവശ്യം ഒരു ക്ലൗട്ടുള്ളവർക്കെതിരെ വരുള്ളൂ. ഒരു സാധാരണ ഒരാൾക്കെതിരെ വന്നിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് ഇപ്പോൾ നമുക്ക് അങ്ങനെ വരുന്ന വാർത്തകളൊക്കെ വ്യാജമാണെന്നാണോ പറയുന്നത്? എല്ലാം വ്യാജമെന്ന് പറയുന്നത്. പക്ഷേ ആ വാർത്തകളുടെ സത്യാവസ്ഥ അറിയുന്നതിന് മുന്നേ ഒരാൾ ജഡ്ജ് ചെയ്യുന്നത് തെറ്റാണ്. അതിനെതിരെയാണ് നമ്മൾ പറയുന്നത്.